ഏറ്റവും ദുഃഖകരമായ ഘട്ടത്തിൽ നാം ഓർക്കേണ്ട ഒരു ചരിത്ര പാഠമാണത്. ഇനി നമുക്കാരുമില്ലെന്നു തോന്നുമ്പോൾ ഒരു നിമിഷം ഈ മണ്ണിനെ ഓർക്കുക. ഇനി നമുക്കാരുമില്ലെന്നു തോന്നുമ്പോൾ ഒരു നിമിഷം ഈ മണ്ണിനെ ഓർക്കുക. പുഴയിറമ്പിലെ പുല്ലുകൾ, പൂവുകൾ, പുഴയിലായിരം നക്ഷത്ര മീനുകൾ, ഋതുലയം ചേർത്തു പാടുന്ന പക്ഷികൾ, നിബിഡ കാനനം നീളപ്പൂമ്പാറ്റകൾ, ഉടയ ദൈവത്തിനെണ്ണയും കൊണ്ടിതാ പുഴുവൊരാൾ സ്നേഹയാത്ര തിരിക്കുന്നു. ഇനി നമുക്കാര് വേണമീ ഭൂമിയിൽ, നിറയെ ജീവന്റെ ബന്ധുക്കളല്ലയോ എന്നാലങ്കോട് എഴുതി വെച്ചതുപോലെ ജീവന്റെ ബന്ധുക്കളാൽ നിറഞ്ഞ പ്രകൃതിയുടെ ഹൃദയഭൂമികളിലേക്ക് നമ്മുടെ നാടിനെ കൊണ്ടുപോവുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2 പ്രമുഖർ ഇനി നിങ്ങളോട് സംസാരിക്കാനുണ്ട്. ചിത്ര ചേച്ചി ദക്ഷിണേന്ത്യയിലെ വാനമ്പാടിയാണ്. ഞാൻ ആലോചിച്ചു, ചിത്ര ചേച്ചി എത്ര ഭാഷകളിലാണ് 6 ദേശീയ അവാർഡിന് പുറമെ എത്ര സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും നല്ല പാട്ടുകാരിക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയത്. ഹിന്ദിയിൽ ചിത്ര ചേച്ചി പാടിയിരിക്കുന്നു, മലയാളത്തിൽ പാടിയിരിക്കുന്നു, തെലുങ്കിൽ പാടിയിരിക്കുന്നു, തമിഴിൽ പാടിയിരിക്കുന്നു, കന്നഡയിൽ പാടിയിരിക്കുന്നു, ഒറീസയിൽ പാടിയിരിക്കുന്നു, ആസാമീസിൽ പാടിയിരിക്കുന്നു, ബംഗാളിയിൽ പാടിയിരിക്കുന്നു. ഇന്ത്യയിൽ ഒരു പക്ഷെ ലിപിയില്ലാത്തൊരു ഭാഷയുണ്ട്, തുളു, അതിനും പാടിയിട്ടുണ്ട് ചിത്ര ചേച്ചി. 9 ഭാഷകളിൽ നമുക്ക് വേണ്ടി പാടിയ ദക്ഷിണേന്ത്യയുടെ വാനമ്പാടി എന്ന് പറയുന്നത് പോലെ മണ്ണ് കിളിർക്കുന്ന എല്ലായിടത്തും അതിന് ജീവനുണ്ട് എന്ന് നമ്മളോട് തെളിയിച്ച ചെറുവയ്ക്കൽ രാമൻ.